കെഎസ്ആർടിസിയുടെ ശബരിമല ബജറ്റ് ടൂറിസം പദ്ധതിയിൽ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിനെതിരെ കെഎസ്ആർടിസി ഹൈക്കോടതിയെ സമീപിച്ചു. ശബരിമലയെ കച്ചവട കേന്ദ്രമാക്കാനാണ് കെഎസ്ആർടിസി ശ്രമിക്കുന്നതെന്ന് റിപ്പോർട്ട് തെറ്റിദ്ധാരണ മൂലമാണെന്ന് ഹർജിയിലുണ്ട്. കുറഞ്ഞ ചെലവിൽ ദർശനം സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ബജറ്റ് ടൂറിസം. പദ്ധതി സന്നിധാനത്തെ തിരക്ക് കുറയ്ക്കാൻ സഹായിക്കുമെന്നും കെഎസ്ആർടിസി കോടതിയെ അറിയിച്ചു. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, എന്തൊക്കെയാണ് കെഎസ്ആർടിസിയുടെ വാദങ്ങൾ? വിഷയം ധന്യ, ഈ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് കെഎസ്ആർടിസിക്കുന്ന ബജറ്റ് ടൂറിസം അത് SSCR 39/2025 എന്ന് പറയുന്ന ഒരു പ്രത്യേക ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് ഹൈക്കോടതി പരിഗണനയ്ക്ക് വരികയും അതിൽ സുമോട്ടോ പ്രൊസീഡിംഗ്സ് ആരംഭിക്കുകയും ചെയ്തു. അതിലൊരു മറുപടി സത്യവാങ്മൂലമാണ് കെഎസ്ആർടിസി നൽകിയിരിക്കുന്നത്. അതിൽ പ്രത്യേകമായി തന്നെ പറയുന്നത് ഇത് ചില തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയത്. സത്യത്തിൽ അത് ഭക്തരുടെ ദർശനം സുഗമമാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ബജറ്റ് തീർത്ഥാടന ടൂറിസം പദ്ധതിക്ക് കെഎസ്ആർടിസി മുന്നോട്ട് വരുന്നത്. മാത്രമല്ല, തീർത്ഥാടകരെ ചൂഷണം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് തെറ്റിദ്ധാരണ മൂലമാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക ധാരണാ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നും വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് തീർത്ഥാടകരെ കൊണ്ടുവരികയും അവർക്ക് സുഗമമായ ദർശനം നടത്താൻ വഴിയൊരുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല, കെഎസ്ആർടിസി തന്നെ ഒരു ലൈസൻസ് ഓഫീസർ അവിടെ നിയോഗിക്കുകയും പോലീസുമായി ബന്ധപ്പെട്ടും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുമൊക്കെ വളരെ സുഗമമായി തന്നെ ഒരു കോർഡിനേഷൻ ഉൾപ്പെടെ നടത്തിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക. അതുകൊണ്ട് ഇത് ഒരു തെറ്റിദ്ധാരണ മൂലമാണ്. മാത്രമല്ല, ഈ വിഷയത്തിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ ചില കാര്യങ്ങൾക്ക് കുറെ കൂടി വ്യക്തത കെഎസ്ആർടിസി അഫിഡവിറ്റിൽ നൽകുന്നു. എന്തായാലും ഈ വിഷയം ഹൈക്കോടതി വരും ദിവസങ്ങളിൽ പരിഗണിക്കും. അതിനുശേഷമായിരിക്കും ബജറ്റ് ടൂറിസം സംബന്ധിച്ച്, പ്രത്യേകിച്ച് ശബരിമല മാത്രമല്ല സംസ്ഥാനത്തെ വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇതിൽ കെഎസ്ആർടിസി ബന്ധിപ്പിക്കുന്നുണ്ട്. എന്തായാലും ആ വിഷയത്തിൽ കെഎസ്ആർടിസി നൽകിയിരിക്കുന്ന അഫിഡവിറ്റ് കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഹൈക്കോടതിയുടെ അന്തിമ ഇടപെടൽ ഉണ്ടാവുക. ധന്യ.